ഹലോ ഹായ് വെൽക്കം മൈ ചാനൽ. അജറക്കിൻ്റെ ടോപ്പ് മെറ്റീരിയൽസ് ആണ്. അതിന് യോക്കിന് വേണ്ടി ഇതിവിടെ വെക്കുന്നുണ്ട്. ഇത് SM നിന്ന് കിട്ടും. മീറ്ററിന് 98 രൂപയുള്ളൂ. ആലപ്പുഴ SM നിന്ന് കിട്ടുന്നതാണ്. യോക്കിന് 5.5 ഇഞ്ച്, അതായത് ഷോൾഡർ 6 എടുക്കുകയാണെങ്കിൽ 1 ഇഞ്ച് കുറച്ചെടുക്കുക. ഇഞ്ച് ലെങ്ത് 13 ഇഞ്ച്. നെക്ക് വിഡ്ത്ത് 3 ഇഞ്ച്. നെക്ക് ലെന്ത് 6 ഇഞ്ച്. അതൊരു ബോക്സ് പോലെ വരയ്ക്കുക. ഞാനിവിടെ റൗണ്ട് നെക്കാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു ഇഞ്ച് ചരിച്ച് വരയ്ക്കാം. അപ്പോൾ ഒരു റൗണ്ടായിട്ട് യോക്കിൻ്റെ താഴെ. ആദ്യമായിട്ട് തയ്യൽ പഠിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇതെല്ലാം ഞാൻ കാണിച്ച് പറഞ്ഞു തരുന്നത്. ഉണ്ടല്ലോ, ഇങ്ങനെയും നെക്ക് കട്ട് ചെയ്തെടുക്കാം. യോക്കിൻ്റെ ചുറ്റിനും പൈപ്പിംഗ് ചെയ്തെടുക്കാം. യോക്കിന് പൈപ്പിംഗ് ചെയ്ത് കഴിഞ്ഞു. ഇതിന് ശേഷം ടോപ്പിലോട്ട് യോക്ക് വെച്ച് പിടിപ്പിക്കാം. അതൊന്ന് പിൻ ചെയ്ത് വെക്കുക. രണ്ട് വശവും പിൻ ചെയ്ത് വെക്കുക. അത് മാറിപ്പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ്. ഇനി നെക്കിൻ്റെ റൗണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തേക്കാം. ഇനി യോക്കിൻ്റെ അരികുവശം പൈപ്പിൻ്റെ അല്ലിൽ കൂടി തയ്ച്ചു പോകാം. ഇനി നെക്കിൻ്റെ അരികിൽ പൈപ്പിംഗ് പിടിപ്പിക്കാം. ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് പൈപ്പിംഗ് പിടിപ്പിക്കാം. പൈപ്പിംഗ് പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി യോക്കിൻ്റെ ഈ പീസ് കഷ്ണം കൊണ്ട് സ്ലീവിൻ്റെ അരികിലുള്ള പടി തയ്ക്കാം. 3 ഇഞ്ച് വീതിയിലും
ചെസ്റ്റ് എത്രയാ സ്ലീവിൻ്റെ അതനുസരിച്ച് എടുക്കുക. അതായത് നല്ല വശത്തേക്ക് ഈ കളവ് കാണത്തക്ക രീതിയിൽ, അതായത് നല്ല വശത്ത് സ്ലീവിൻ്റെ നല്ല വശത്ത് വെച്ച് പിടിപ്പിക്കുക. അതായത് സ്ലീവിൻ്റെ ചീത്ത വശത്ത് നിന്ന് വെച്ച് പിടിപ്പിച്ചിട്ട് നല്ല വശത്തേക്ക് മറിച്ച് തയ്ക്കുക. ഇങ്ങനെ തയ്ച്ചതിന് ശേഷം ഒരു പ്രസ്സിങ് തയ്ച്ചു കൊടുക്കുക. ആ സ്ലീവിൻ്റെ വശത്ത് വേണം പ്രസ് ചെയ്യാൻ. നല്ല വശത്തേക്ക് പടി മടക്കി വെക്കുക. ഓക്കെ, ഇരുവശവും തയ്ക്കാം. ആദ്യം മുകൾ വശം തയ്ച്ച് പിടിപ്പിക്കുക. അതിനുശേഷം അതിൻ്റെ താഴത്തെ അരികും കൂടെ തയ്ച്ച് കൊടുക്കുക. അപ്പോൾ നല്ല സ്റ്റിപ്പായിട്ട് ഇരുന്നോളും. സ്ലീവ് തയ്ച്ച് കഴിഞ്ഞു. പടി ഇനി ഷോൾഡർ ജോയിൻ ചെയ്ത ശേഷം സ്ലീവിൻ്റെ സെൻറ്റർ ആദ്യം തുടങ്ങുക. അപ്പോഴേക്കും ലെവലാവും ഇരുവശവും. ഇങ്ങനെ പിടിപ്പിക്കുന്നതാണ് നല്ലത്. സ്ലീവ് രണ്ടും പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി യോക്കിന് നമുക്കൊരു ഡിസൈൻ ചെയ്യാം. സ്റ്റോൺ വർക്കാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റോൺ വർക്ക്. ഈ സ്റ്റോണ് ഗം വെച്ചും ഒട്ടിക്കാം, അല്ലാതെ ഈ സ്റ്റോൺ വെച്ച ശേഷം അയൺ ബോക്സ് വെച്ചിട്ട് അയൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിച്ചിരുന്നോളും. പൂക്കളുടെ നടുഭാഗത്ത് പല പല സ്ഥലത്തായിട്ട് വെച്ച് കൊടുക്കുക, ഭംഗി കൊടുക്കുക. ഇനി അടുത്ത് ബീഡ്സ് വർക്കാണ്. ഗോൾഡൻ 2 ബീഡ്സ്. അതൊരു സ്ഥലത്ത് ചെയ്ത് കാണിക്കാം. ഒരു നീഡിലിൽ 8 പീസ് എടുക്കുക. ഇങ്ങനെ ആ സ്റ്റോൺ ചെയ്ത സ്ഥലത്തെല്ലാം ഇങ്ങനെ ചെയ്ത് പിടിപ്പിക്കുക. 8 ബീഡ്സ് എടുത്ത ശേഷം തയ്ച്ച് കറക്റ്റായിട്ട് ഒന്നൊന്നിച്ചിട്ട് സൂചി കുത്തി താഴോട്ടെടുക്കുക. ഇത് എംബ്രോയ്ഡറി ഫ്രെയിമിനകത്ത് ചെയ്യുന്നത് നല്ലതായിരിക്കും. താഴോട്ട് സൂചി കുത്തിയിട്ട ശേഷം 4 വശത്തും ഇടയ്ക്കിട്ടൊന്ന് തയ്ച്ചു കൊടുത്തേക്ക്. അപ്പോൾ നല്ലോണം ഉറച്ചിരിക്കും. ഇങ്ങനെ ഫുള്ളും ചെയ്യുക. സ്വന്തമായിട്ട് തയ്ക്കുമ്പോൾ ഒരു ടോപ്പിൻ്റെ തുണി കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ നല്ല ഡിസൈനാക്കി എടുക്കുക. എത്രത്തോളം ഭംഗിയാക്കാവോ അതുപോലെ. ഇതിന് മെഷർമെൻറ്റ്സ് ആണ് 42 പ്ലസ് 2 ഇഞ്ച് 44 ഇഞ്ച്. അതിൻ്റെ ഷോൾഡർ 6.5 ഇഞ്ച്. ആം ഹോള് 6.5 ഇഞ്ച്. ടോപ്പിൻ്റെ ചെസ്റ്റ് 10.5 പ്ലസ് 2 ഇഞ്ച് ഈക്വൽ ടു 12.5 ഇഞ്ച്. ഇനി ഷേപ്പിന് വേണ്ടി 13 ഇഞ്ച് താഴേക്ക് എടുക്കുക. എന്നിട്ട് അവിടുന്ന് ചെസ്റ്റ് നോക്കുക. അപ്പോഴേക്കും 9.5 പ്ലസ് 2 ഇഞ്ച് ഈക്വൽ ടു 11.5 ഇഞ്ച് ഷേപ്പിന്. ഇനി 20 ഇഞ്ച് താഴോട്ട് എടുക്കുമ്പോഴേക്കും സ്ലിറ്റിൻ്റെ ആ വശത്തെ വണ്ണം, അതായത് 11.5 പ്ലസ് 1 ഇഞ്ച് ഈക്വൽ ടു 12.5 ഇഞ്ച്. ഇനി ബോട്ടത്തിൻ്റെ വണ്ണം 12.5 പ്ലസ് 1 ഇഞ്ച് ഷേപ്പ് ചെയ്യുക. നെക്ക് വിഡ്ത്ത് 3 ഇഞ്ച്. നെക്കിൻ്റെ ലെങ്ത് 4.5 ഇഞ്ച്. ബാക്ക് ഫ്രണ്ട് 6 ഇഞ്ച് ഷേപ്പ് ചെയ്യുക. ബാക്കും ഫ്രണ്ടും ഷേപ്പ് ചെയ്യുക. റൗണ്ട് കഴുത്തായതുകൊണ്ട് ഇന്നും കുഴപ്പമില്ല. ഇത് 4ആയിട്ട് മടക്കിയിട്ടിരിക്കുകയാണേ. ഇത് ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് ചരിച്ച് വെട്ടുക.
ഫസ്റ്റ് ബാക്ക് പീസിൻ്റെ കൈക്കുഴി വരയ്ക്കുക. അതിനുശേഷം ഫ്രണ്ട് പീസ് കുഴിച്ചു വെട്ടുക. ഇനി സ്ലീവ് ലെങ്ത് 8 ഇഞ്ച് ആവശ്യത്തിന് അളവെടുക്കാം. വണ്ണം കൈക്കുഴി 6.5 ഇഞ്ച്, അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂട്ടി എടുക്കുക. മുകളിൽ താഴോട്ട് 3.5 ഇഞ്ച്, അത് ഓപ്പണായ വശത്ത്. ഇനി ഇവിടെ 1 ഇഞ്ച് എടുത്തിട്ട് ഷേപ്പ് ചെയ്യുക. ഇതിന് 1 ഇഞ്ച് ചരിച്ചു വെട്ടാൻ. അവിടെ നിന്ന് ഇങ്ങോട്ട് സെൻറ്റർ കാണുക, എന്നിട്ട് 1 ഇഞ്ച് എടുക്കുക, എന്നിട്ട് ഷേപ്പ് ചെയ്യുക. ഒരു ടോപ്പിനെ എങ്ങനെ ഭംഗിയാക്കാം എന്ന് കണ്ടല്ലോ. താങ്ക് യു.